നമ്മൾ കണ്ട വിവരം ആരും അറിയരുത്. എന്റെ കുടുംബത്തിന്റെ കാര്യത്തില് ഞാൻ സ്വാർത്ഥയാണ്. എന്റെ അമ്മയും മോളെയും മോളുടെ അച്ഛനെയും എനിക്ക് വേണം. അവരെന്നെക്കാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ എനിക്കിങ്ങ് വിട്ടു തന്നേക്കണം. ഇനി മുതൽ അവരോട് സംസാരിക്കാനോ അവരെ കാണാനോ പാടില്ല. ഒരു ട്രാൻസ്ഫർ വാങ്ങി ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കൂടെ? ഇനി സഹിക്കാൻ കഴിയാത്ത സാഹചര്യം വന്ന ഇതുപോലുള്ള സംസാരമൊന്നുമില്ല. ഞാൻ എന്റെ അച്ഛന്റെ ഒപ്പം പോവും. എന്തായി മോളെ? പോയപ്പോഴുള്ള സന്തോഷമൊന്നും ഇപ്പൊ മുഖത്തില്ലല്ലോ. സന്തോഷിക്കാൻ വേണ്ടിയൊന്നും അമ്മ പറഞ്ഞില്ല. ഒരു കണക്കിന് അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? അപർണയും അച്ഛനും മുത്തശ്ശിയൊക്കെ ആയിട്ട് സ്വർഗതുല്യമായ ജീവിതമായിരുന്നില്ലേ? അതിനിടയിലേക്ക് വഴിതെറ്റി വന്നത് ഞാനല്ലേ? എന്താ ഇപ്പൊ ഉണ്ടായത്? മാറി നിൽക്കണമെന്ന് പറഞ്ഞു, മറഞ്ഞു നിൽക്കണമെന്നും എല്ലാവരിൽ നിന്നും. ആയിക്കോട്ടെ, അമ്മയുടെ സന്തോഷം അതാണെങ്കിൽ അതാ എനിക്ക് വലുത്. ആരെയും ഞാൻ കാണാൻ പോകുന്നില്ല, വിളിക്കാനും. അത് അവർക്ക് വിഷമാവില്ലേ? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല പപ്പ. അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു, അതിനെ പാലിച്ചേ പറ്റൂ. ഞാൻ കരയുമ്പോഴും അമ്മ കരയാതിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഒരു മകളെന്ന നിലയിൽ അത്രയെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്യണ്ട. എത്ര പ്രതീക്ഷയോടെയാ മോൾ ഇവിടുന്ന് പോയത്? അമ്മ എന്നോട് അകന്നു നിൽക്കുമ്പോ, ദേഷ്യം കാണിക്കുമ്പോ ഞാൻ എത്രമാത്രം വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ കാര്യവും. ഇന്നലെ വരെ അമ്മയുടേതെന്ന് മാത്രം കരുതി സ്നേഹിച്ചവരൊക്കെയാണ് ഇന്നെനിക്ക് അമ്മയെക്കാളും ഇമ്പോർട്ടൻസ് തരുന്നത്. അതാർക്കായാലും സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മ വളച്ചുകെട്ടില്ലാതെ കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇനി അതനുസരിക്കേണ്ടത് എന്റെ കടമയാണ്. എല്ലാരെയും കാണാതെ മോൾക്ക് ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എന്നാ പിന്നെ നമുക്ക് പോവാം. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നാ ഉടനെ അങ്ങനെ ഒരു ആവശ്യം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ ജീവിക്കുന്ന നാട്ടിൽ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അതെന്തൊരു ഗതികേടാണ് പപ്പ. സ്നേഹിക്കണ്ട, എവിടെയെങ്കിലും മറഞ്ഞു നിന്നെങ്കിലും എനിക്കൊന്ന് കാണാലോ. മേയറോടും അപർണയോടും മഹാദേവൻ സാറിനോടൊക്കെ എന്തു പറയും? എനിക്കൊന്നും പറയാനില്ല. അവരെ ആരെയും ഞാനിനി ശ്രദ്ധിക്കുന്നുമില്ല, കാണുന്നുമില്ല. അപർണയെ കോളേജിൽ പോകുമ്പോ കാണേണ്ടി വരില്ലേ?
കണ്ടാലും കാണാത്ത ഭാവത്തിൽ നടക്കും. എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാതെ ഇനിയെങ്കിലും നിങ്ങൾ ടീച്ചറിന്റെ ക്ലാസ്സിൽ കയറണം. ഞങ്ങളെ ക്ലാസ്സിൽ കയറ്റാമെന്ന് നീ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ? ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടീച്ചറായിട്ട് എന്താ വിരോധം? എന്റെ വെറുപ്പ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു. അതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. വരുന്നുണ്ട്, നീ പോയി സ്നേഹിക്ക്. ഞങ്ങൾ ഏതായാലും സ്പെഷ്യൽ ട്യൂഷന് പോകുന്നുണ്ട്, അതുകൊണ്ട് തോക്കില്ല. എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ഓരോ സമയത്തും ഓരോ സ്വഭാവമാണല്ലോ. ഇപ്പൊ അവർക്ക് ദേഷ്യമായിരിക്കും നിന്നോട്. ഇനി ഒരിക്കലും എന്റെ ചേച്ചി എന്നോട് ദേഷ്യപ്പെടില്ല, എന്നെ അകറ്റി നിർത്തില്ല. ചേച്ചിയോ? അല്ല, ടീച്ചർ. ടീച്ചർ, ടീച്ചർ, ടീച്ചർ. എന്താ കേൾവിക്കുറവുണ്ടോ? ഹലോ, ഇപ്പൊ എന്തായി? എടി, തീരെ ബുദ്ധിയുള്ളവരോടെ കൂട്ടുകൂടാവും, അല്ലെങ്കിലേ ഇങ്ങനെ നാണം കെടേണ്ടി വരും. അവർക്കേ ഓരോരോ കാലാവസ്ഥയിലും ഓരോരോ സ്വഭാവമാ. നിർത്ത, കുറെ സമയമായിട്ട് കേൾക്കുന്നു. ഇനി ടീച്ചറിനെ പറ്റി മോശമായിട്ട് ഒരു അക്ഷരം പറയരുത്. എനിക്കത് കേൾക്കണ്ട. നീയൊക്കെ ഇനി എന്ത് പറഞ്ഞാലും അലീന ടീച്ചറിനോളം നല്ല സ്വഭാവമുള്ളൊരു ടീച്ചർ ഈ ക്യാമ്പസിലില്ല. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാ. നമ്മളൊക്കെ അനുകരിക്കേണ്ട ക്യാരക്ടറാ ടീച്ചറിന്റേത്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞാ അത് ഞാൻ ഇനി സഹിക്കില്ല. ശരിക്കും വട്ട് ഇവൾക്കാണോ അതോ അവർക്കാണോ? ആ, മോളെത്തിയോ? എന്തുപറ്റി മോളെ? ആരെങ്കിലുമായിട്ട് വഴക്ക് കൂടിയോ? നല്ല സങ്കടമുണ്ടല്ലോ മുഖത്ത്. ചേച്ചിയെ കണ്ടിട്ട് ഇന്നെനിക്ക് ചേച്ചി മുഖം തന്നില്ല. ഞാൻ പിന്നാലെ ചെന്നിട്ടും എന്നോടൊന്നും സംസാരിച്ചില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല അച്ഛാ. ചേച്ചിയുടെ മനസ്സിൽ എന്തോ കരട് കയറിയിട്ടുണ്ട്. അതിലെന്താ അത്ഭുതം? കാലാവസ്ഥ മാറും പോലെയാ അവളുടെ സ്വഭാവം മാറുന്നത്. പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. വ്യക്തമായ കാരണമില്ലാതെ ചേച്ചി ഒരിക്കലും അകന്നു മാറി പോവില്ല. ഇനിയിപ്പൊ കാരണം തേടി അവളുടെ പിന്നാലെ പോവണ്ട. നാളെ ചിലപ്പോ ഇതായിരിക്കില്ല മൂഡ്. അപ്പോ മോളുടെ അരികിലേക്ക് വരും, മോളെ സ്നേഹിക്കും. സ്ഥിരതയില്ലാത്തവരോട് സൗഹൃദം കൂടാത്തതാ നല്ലത്. മോൾക്ക് ഞാൻ ചായ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. അലീനയ്ക്ക് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതിനീ മോളുടെ സ്വഭാവം കാണുമ്പോ തനിക്ക് മനസ്സിലാവും. അലീന മിണ്ടിയില്ലെങ്കിൽ അത് മോൾക്കൊരു ഷോക്ക് തന്നെയാണ്. കടുത്ത നിരാശ. ആ നിരാശയിൽ നിന്ന് അവൾ അത്ര പെട്ടെന്ന് മുക്തി നേടില്ല. എന്റെ കാര്യവും
ഏറെക്കുറെ അങ്ങനെ തന്നെയാ. അലീന ഒരു ദിവസമെങ്കിലും ഇങ്ങോട്ട് വിളിക്കണം, വരണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല. അലീന മോള് ഒരു തരത്തിലും മൊബൈൽ എടുക്കുന്നില്ല. അതെന്താ അങ്ങനെ? നീരജ മേഡം ഒഴിച്ച് ഇപ്പൊ അപർണ മോളും മഹാദേവൻ സാറും ഒക്കെ അലീന ടീച്ചറെ സ്നേഹിക്കുകയാണല്ലോ. അപർണ മോൾ സ്നേഹിക്കുന്നത് കാണുമ്പോ പേടിയാവുക. ഇനി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പഴയ പോലെ കൊല്ലാനല്ല അപർണ അലീന മോളെ സ്നേഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് തന്നെയാ. ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത് മേഡം. ഭാസ്കരൻ സാറിന്റെ സ്വന്തം കൊച്ചുമോള് തന്നെയാണോ അലീന ടീച്ചർ? അല്ല, അന്ന് കർമ്മങ്ങൾ നടന്ന ശേഷം ബലിച്ചോറ് വെച്ചപ്പോ കാക്ക കൊത്തിയത് അലീന ടീച്ചർ കൈകൊട്ടിയപ്പോഴാ. അതാ ഒരു സംശയം. എന്നാൽ ഇനി നിങ്ങൾക്ക് സംശയം വേണ്ട. മരിച്ചുപോയ ഭാസ്കരൻ സാറിന്റെ കൊച്ചുമോള് തന്നെയാ അലീന മോള്. അതുകൊണ്ടാ അപർണയെ കാണുന്ന കണ്ണോടെ തന്നെ അലീനയും കാണണമെന്ന് ഞാൻ പറയുന്നത്. അതിന് ഏത് വകയിലാണെന്നൊന്നും ചിന്തിക്കണ്ട. കൊച്ചു മൊബൈൽ എടുക്കാത്തതുകൊണ്ട് ഒരു സുഖവുമില്ല മനസ്സില്. ഞാനൊന്ന് നേരിട്ട് പോയി കണ്ടിട്ട് വരാം. അവിടെ അപർണയും നിരാശയിലാണ്. ഇന്ന് കോളേജിൽ വെച്ച് കണ്ടിട്ടും അലീന കണ്ട ഭാവം നടിച്ചില്ലെന്ന്. എന്തൊക്കെയാ തമ്പി ഇവിടെ നടക്കുന്നേ? അലീന എന്നൊരു പെണ്ണ് ഈ നാട്ടിൽ വന്നു. അതോടെ കാര്യങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞു. അത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അലീന മോൾക്ക് എന്താ പറ്റിയത്? മോള് വിളിച്ചിട്ട് എടുക്കുന്ന പോലും ഇല്ലല്ലോ. മോള് ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയതാ? ഏതൊരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോണെന്നും പറഞ്ഞാ പോയത്. എന്നുവെച്ച് ഞാൻ വിളിക്കുമ്പോ എടുക്കാതിരിക്കണോ? ഞാൻ മാത്രമല്ല, മഹാദേവനും അപർണയും ഒക്കെ വിളിച്ചിട്ടും എടുക്കുന്നില്ല. അപർണയെ കോളേജിൽ വെച്ച് കണ്ടപ്പോ ശ്രദ്ധിച്ചുമില്ല. മോളും പരാതി പറഞ്ഞു. എന്താ അലീനയ്ക്ക് സംഭവിച്ചത്? എനിക്കറിയില്ല. എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പീറ്ററിനോട് പറയാത്തതായി ഒന്നും മോളുടെ ജീവിതത്തിൽ ഇല്ലാന്നാ എന്റെ വിശ്വാസം. അത് മോള് പറഞ്ഞിട്ടുമുണ്ട്. ശരിയാ. പക്ഷേ മോള് പറയണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് മൂടി വെച്ചേ പറ്റൂ. അപ്പോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തു പറ്റി പീറ്ററെ? നോക്ക്, ഇപ്പൊ മഹാദേവനും അപർണയൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന സമയവാ. ആ നേരത്ത് ഇനി മോളായിട്ട് അകന്നു നിൽക്കുന്നത് ശരിയല്ല. എന്താ ഇനി അകന്നു നിൽക്കണോന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ഏതു നേരവും മോള് അമ്മയെയും അമ്മയുടെ കുടുംബത്തെയും കുറിച്ച് ചിന്തിക്കുന്നത് കണ്ട് പീറ്ററിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയോ? എനിക്കെന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും എന്റെ മോള് സന്തോഷിക്കണം, ചിരിച്ചു കാണണം. എനിക്കത്രേ ഉള്ളൂ. അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെ മോളൊരാളെ സ്നേഹിക്കാൻ വെറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം കാണും. ആ കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. വേണ്ട, ഞാൻ നേരിട്ട് ചോദിച്ചോളാം.
എവിടെയുണ്ട് മോളെന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോ ഒന്ന് എടുക്കാൻ പറഞ്ഞാ മതി. അതൊക്കെ മോളുടെ തീരുമാനങ്ങളാ. എനിക്ക് കൂടെ നിൽക്കാന്നുള്ളതല്ലാതെ തിരുത്താനൊന്നും പറ്റില്ല. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി മോളകത്തിരുന്നിട്ട് ഇല്ലെന്ന് പറയാണോ? മോളിവിടെ ഇല്ല. മോളുടെ ശബ്ദം ഇപ്പോ ഒരു ദിവസം പോലും കേൾക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും വല്ലാത്തൊരു പ്രയാസം, ശ്വാസം മുട്ടല്. അതെനിക്ക് മാത്രമല്ല, മഹിക്കും അപർണമോൾക്കും ഒക്കെയുണ്ട്. അത് മോളോടൊന്ന് പറഞ്ഞേക്ക്. ഏറെ നേരം ഈ അകൽച്ച സഹിച്ച് ആർക്കും മുന്നോട്ട് പോവാൻ കഴിയില്ല. ഏതായാലും മോള് മുഖം തരുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞങ്ങളെ വീണ്ടും വെറുക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായോ? സത്യം പറ പീറ്ററെ. ഈ അകൽച്ച മോൾക്കും വിഷമം തന്നെയാണ്. പിന്നെ സാഹചര്യം അതായിപ്പോയി എന്ന് കരുതി നിങ്ങളോടൊക്കെയുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ അളവ് കൂടുക. എന്നെ അസൂയപ്പെടുത്തുന്ന വിധം അത് വളരുക. പിന്നെ എന്താ ഈ കുട്ടിക്ക് പറ്റിയത്? നോക്കാം. മുത്തശ്ശിയായിരുന്നോ? ചേച്ചിക്ക് എന്താ പറ്റിയത് മുത്തശ്ശി? അറിയില്ല മോളെ, ഞാനും രാവിലെ മുതൽ വിളിക്കുക, എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. അലീനയോട് നീ എന്തെങ്കിലും പറഞ്ഞോ നീരജെ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ ആ കുട്ടി ഇങ്ങനെ? അതെന്നോടാണോ ചോദിക്കുന്നേ? നിങ്ങളൊക്കെ തമ്മിലല്ലേ കമ്പനി. ഇവിടെ ആര് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ആർക്കും കുഴപ്പമില്ല. അവിടെ ഒന്ന് മുഖം കറുത്ത അവള് വിളിച്ചിട്ട് എടുക്കാതായപ്പോ ഒരേ വിഷമം. സ്വന്തം അച്ഛന്റെ ആണ്ടിന്റെ കർമ്മങ്ങൾ ചെയ്തപ്പോ അവിടെ നടന്നതിനൊക്കെ നീയും സാക്ഷിയല്ലേ? മരിച്ചുപോയ ആള് പോലും അലീന മോളെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒപ്പം മോള് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്കിലും നിനക്കൊന്ന് കണക്കിലെടുത്തൂടെ? നീ ഒരു എഴുത്തുകാരിയല്ലേ? നോവലിലൂടെ പറയുന്നതൊക്കെ പരസ്പരം സ്നേഹിക്കുന്നതിനെ കുറിച്ചാണല്ലോ കൂടുതലും. എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതണം അമ്മ. ചേച്ചി ഇവിടേക്ക് വന്നോട്ടെ, എല്ലാവരെയും കണ്ടോട്ടെ. അതുകൊണ്ട് എന്താ നഷ്ടം? നീ അവളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ ആത്മാർത്ഥമായിട്ടാണോ? എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ കേട്ടോ, അലീന അപർണ മോളെ അപായപ്പെടുത്തുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അലീന ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹിക്കില്ല. ഇവര് പരസ്പരം കാണണമെന്നും. എന്നാൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവും കാണും. ഞാൻ മാത്രമല്ല, നീ ഒഴിച്ച് ഈ വീട്ടിലുള്ള മറ്റെല്ലാവരും ഇപ്പൊ അലീനയെ കാണാത്തത് കാരണം നന്നായി വിഷമിക്കുന്നുണ്ട്. എന്തോ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. എന്തോ തെറ്റിദ്ധാരണ അലീന മോളുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ എടുക്കാതിരിക്കില്ല. ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, അലീന മോള് മോളുടെ അപ്പച്ചന്റെ വീട്ടിലുണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞതാണോന്ന്. ഒരിക്കലും കള്ളം പറയുന്ന കൂട്ടത്തിലല്ല അലീന മോള്. പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് തക്ക എന്തോ സങ്കടം മോൾക്കുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഓരോരോ സമയത്തും അവൾക്ക് ഓരോരോ സ്വഭാവ.
ഇപ്പോ നിങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്നോടുള്ള വാക്ക് പാലിക്കാൻ എല്ലാവരോടും കള്ളം പറയുകയാണെന്ന് തോന്നുന്നു. മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു.